മലപ്പുറം ജില്ലയുടെ അതിർത്തിയോട് ചേർന്നു കിടക്കുന്ന പ്രകൃതി ഭംഗി തുളുമ്പുന്ന ഒരു കൊച്ചു ഗ്രാമമാണ് കുന്നംകുളം. പച്ച പിടിച്ച പാടശേഖരങ്ങളും വൈകുന്നേരങ്ങളിൽ കുളിർക്കാറ്റേകി ഒഴുകുന്ന കായലും അതിനു ചുറ്റും അതിരു തീർക്കുന്ന കുന്നിൻ ചെരിവുകളും ഈ ഗ്രാമത്തെ കേരളത്തിന്റെ തനതായൊരു ഗ്രാമീണ ചിത്രമാക്കി മാറ്റുന്നു. ആധുനികതയുടെ അതിപ്രസരം ഒട്ടുമേ ബാധിക്കാത്ത നാട്ടിടവഴികളും ചായക്കടകളും നിറഞ്ഞ കുന്നംകുളത്തിന്റെ ഒരു ശാന്തമായ കോണിലാണ് ജാനകിയമ്മയുടെ തറവാട്ട് വീട് സ്ഥിതി ചെയ്യുന്നത്. തലമുറകളുടെ പഴക്കമുള്ള കരിങ്കല്ലും വെട്ടുകല്ലും കൊണ്ടുപടുത്ത ആ പഴയ എട്ടുകെട്ട് തറവാട് ആ നാട്ടിലെ പ്രൗഢിയുടെ പ്രതീകമായിരുന്നു. പച്ചപ്പ് നിറഞ്ഞ ആ പറമ്പിലെ കാറ്റും തൊഴുത്തിൽ നിന്നുള്ള മണവും മുറ്റത്തെ തുളസി തറയുമെല്ലാം ജാനകിയമ്മയ്ക്ക് കേവലം ഒരു വീട് മാത്രമായിരുന്നില്ല, അവരുടെ ശ്വാസമായിരുന്നു. എന്നാൽ ആ വലിയ തറവാട്ടിലെ ഉമ്മറപ്പടിയിലിരുന്ന് ദൂരേക്ക് നോക്കുമ്പോഴെല്ലാം ജാനകിയമ്മയുടെ മനസ്സിലേക്ക് പഴയകാല ഓർമ്മകൾ ഒരു നനഞ്ഞ കൈ പോലെ കടന്നുവരുമായിരുന്നു. കൃത്യം 10 വർഷം മുൻപാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തണൽ നഷ്ടപ്പെട്ടത്. ഭർത്താവ് ഗോപാലൻ മാസ്റ്റർ ഹൃദയാഘാതം മൂലം അപ്രതീക്ഷിതമായി ഈ ലോകത്തോട് വിട പറഞ്ഞത് ആ തറവാടിനെ നിശബ്ദതയിലാഴ്ത്തി. കുന്നംകുളത്തുകാർക്ക് അദ്ദേഹം വെറുമൊരു സ്കൂൾ അധ്യാപകൻ മാത്രമായിരുന്നില്ല, നാട്ടിലെ പാവപ്പെട്ട കുട്ടികൾക്ക് സൗജന്യമായി വിദ്യ പകർന്നു നൽകിയ, ആപത്തിൽ ആർക്കും ഓടിച്ചെല്ലാൻ കഴിയുന്ന വലിയൊരു മനുഷ്യസ്നേഹിയായിരുന്നു. അതുകൊണ്ടുതന്നെ മാസ്റ്റർ എന്ന വിളിപ്പേരിൽ ആ നാട്ടുകാർ അദ്ദേഹത്തിന് നൽകിയ ആദരവ് വളരെ വലുതായിരുന്നു. അദ്ദേഹത്തിന്റെ വിയോഗം ആ കുടുംബത്തെ മാത്രമല്ല, ഗ്രാമത്തെ ഒന്നാടെ സങ്കടത്തിലാഴ്ത്തി. ഗോപാലൻ മാസ്റ്ററുടെ മരണശേഷം ആ വലിയ തറവാടിന്റെ ഭാരവും അവരുടെ ഏക മകനായ വിജയന്റെ ഭാവിയും ജാനകിയമ്മയുടെ മാത്രം ചുമലിലായി. ബന്ധുക്കളും സുഹൃത്തുക്കളും പലരും അവരെ സഹായിക്കാൻ മുന്നോട്ടു വന്നെങ്കിലും ആരുടെയും മുന്നിൽ കൈനീട്ടാൻ അവരുടെ ആത്മാഭിമാനം അനുവദിച്ചില്ല. ഒരധ്യാപികയെന്ന അന്തസ്സോടെ, ധൈര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും ജീവിതത്തോടൊറ്റയ്ക്ക് പൊരുതാൻ ജാനകിയമ്മ തീരുമാനിച്ചു. കണ്ണീരൊഴുകിയിരിക്കാൻ അവർക്ക് സമയമില്ലായിരുന്നു. കാരണം അവർക്ക് മുന്നിൽ വളർന്നുവരുന്ന മകന്റെ ഭാവിയുണ്ടായിരുന്നു. മകൻ വിജയനായിരുന്നു ജാനകിയമ്മയുടെ പ്രാണനും ലോകവും. അച്ഛന്റെ വേർപാട് മകനെ ഒട്ടും അറിയിക്കാതെ, ഒരു കുറവും വരുത്താതെ അവനെ വളർത്തണം എന്നതായിരുന്നു അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം. സ്വന്തം സുഖസൗകര്യങ്ങളും ആഗ്രഹങ്ങളുമെല്ലാം അവർ പൂർണ്ണമായി മാറ്റിവെച്ചു. തനിക്കുണ്ടായിരുന്ന ആഭരണങ്ങൾ പലതും പണയം വെച്ചും വിറ്റും അവർ പടങ്ങൾ വീട്ടാൻ തുടങ്ങി. എങ്കിലും നിത്യനിദാനങ്ങൾക്കും വിജയന്റെ പഠന ചെലവുകൾക്കും വലിയൊരു തുക ആവശ്യമായിരുന്നു. ബിരുദധാരിയായ ജാനകിയമ്മ ഒടുവിൽ കുന്നംകുളത്തെയും അതിന്റെ പരിസര പ്രദേശങ്ങളിലെയും സ്വകാര്യ ട്യൂഷൻ സെന്ററുകളിലും സമാന്തര സ്ഥാപനങ്ങളിലും അധ്യാപികയായി ജോലി ചെയ്യാൻ ആരംഭിച്ചു. അതുമാത്രമല്ല, വൈകുന്നേരങ്ങളിൽ ചില വീടുകളിൽ നേരിട്ട് പോയി കുട്ടികൾക്ക് കണക്ക് പഠിപ്പിക്കാനും അവർ തയ്യാറായി. രാവിലെ 5 മണിക്ക് ഉണർന്ന് വീട്ടുജോലികളെല്ലാം തീർത്ത് മകന് ആഹാരവും ഒരുക്കിവെച്ച് അവർ ജോലിക്കിറങ്ങും. രാത്രി 8 or 9 മണിയാകുമ്പോഴാണ് കിലോമീറ്ററുകളോളം നടന്ന് ജാനകിയമ്മ തിരികെ തറവാട്ടിലെത്തുക. തുച്ഛമായ വരുമാനമായിരുന്നു അതിൽ നിന്ന് ലഭിച്ചിരുന്നതെങ്കിലും അത് മകന്റെ ആവശ്യങ്ങൾക്ക് തികയ്ക്കാൻ അവർ ഏറെ ബുദ്ധിമുട്ടി. കഠിനമായ അധ്വാനം കാരണം പലപ്പോഴും അവരുടെ ആരോഗ്യം ക്ഷയിച്ചു. കാലുകളിൽ നീരും വറ്റാത്ത നടുവേദനയും അവരെ അലട്ടിയെങ്കിലും അവർ തന്റെ മകന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആ അമ്മ തന്റെ സർവ്വവേദനകളും മറക്കുമായിരുന്നു. വിജയൻ പഠനത്തിൽ അതിസമർത്ഥനായിരുന്നു. അവൻ സ്കൂളിൽ എപ്പോഴും 1ാം റാങ്ക് നിലനിർത്തി പോന്നു. അമ്മയുടെ കഷ്ടപ്പാടും വിയർപ്പും കണ്ടാണ് അവൻ വളർന്നത്. അതുകൊണ്ടുതന്നെ അമ്മയുടെ അധ്വാനം ഒട്ടും പാഴാറ്റില്ലെന്ന് അവൻ ഉള്ളിൽ ദൃഢമായി ഉറപ്പിച്ചു. ഒരു സാധാരണ കുട്ടിയെപ്പോലെ കൂട്ടുകാരോടൊപ്പം കളിച്ചു നടക്കാനോ പണം ധൂർത്തടിക്കാനോ അവൻ മുതിർന്നില്ല. എപ്പോഴും പുസ്തകങ്ങൾക്കിടരലായിരുന്നു അവന്റെ ലോകം. അമ്മയോടവന് അതിരറ്റ ബഹുമാനവും ആഴമേറിയ സ്നേഹവും ഉണ്ടായിരുന്നു. അമ്മ ജോലി കഴിഞ്ഞു വരുമ്പോൾ അവർക്കായി കാത്തിരിക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുക എന്നത് അവന്റെ ഒരു പതിവായിരുന്നു. സ്കൂൾ വിദ്യാഭ്യാസം സംസ്ഥാന തലത്തിൽ തന്നെ മികച്ച മാർക്കുകളോടെ വിജയിച്ച വിജയൻ നഗരത്തിലെ ഏറ്റവും പ്രശസ്തമായ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ മെറിറ്റ് സീറ്റിൽ പ്രവേശനം നേടി. വിജയൻ ഉന്നത പഠനത്തിനായി ആദ്യമായി നഗരത്തിലേക്ക് പോയി. ജാനകിയമ്മയ്ക്ക് മനസ്സിൽ ചെറിയൊരു ആശങ്കയും സങ്കടവും ഉണ്ടായിരുന്നു. എങ്കിലും തന്റെ മകന്റെ സ്വഭാവശുദ്ധിയിലും കഴിവിലും അവർക്ക് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. മകനെ ദൂരേക്ക് അയക്കുമ്പോഴും അവനെ ഒരു വലിയ എഞ്ചിനീയറായി കാണാനുള്ള ആഗ്രഹം അവരുടെ മനസ്സിൽ പ്രകാശിച്ചു നിന്നു. കോളേജ് ജീവിതകാലത്ത് വിജയൻ കഠിനമായി പഠിച്ചു. നഗരത്തിലെ പുതിയ സൗഹൃദങ്ങളും ജീവിത രീതികളും അവനെ ആകർഷിച്ചെങ്കിലും അവൻ തന്റെ ലക്ഷ്യത്തിൽ നിന്നും ഒട്ടും വ്യതിചലിച്ചില്ല. എഞ്ചിനീയറിംഗ് പഠനം ഉയർന്ന മാർക്കുകളോടെയും മികച്ച പ്രോജക്റ്റുകളുമോടെയും അവൻ പൂർത്തിയാക്കി.
പഠനം കഴിഞ്ഞ ഉടനെ തന്നെ വലിയ കമ്പനികളിൽ നിന്നും അവനെ തേടി ഉയർന്ന ശമ്പളമുള്ള ജോലികൾ വന്നെങ്കിലും മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യുന്നതിനേക്കാൾ സ്വന്തമായി എന്തെങ്കിലും ചെയ്യണം എന്നായിരുന്നു അവന്റെ ആഗ്രഹം. അവൻ നഗരത്തിൽ ഒരു ചെറിയ മുറി വാടകയ്ക്കെടുത്ത് സ്വന്തമായി ഒരു സോഫ്റ്റ്വെയർ സ്റ്റാർട്ടപ്പ് കമ്പനി ആരംഭിച്ചു. ആദ്യത്തെ ചില മാസങ്ങൾ കടുത്ത പ്രതിസന്ധികളുടേതായിരുന്നു. ജാനകിയമ്മ തങ്ങൾക്കുണ്ടായിരുന്ന ഒരു ചെറിയ ഭൂമി വിറ്റ് മകന് മൂലധനമായി നൽകി. വിജയന്റെ അസാധാരണമായ ബുദ്ധിയും കഠിനാധ്വാനവും കാരണം കമ്പനി വിപണിയിൽ വലിയ ശ്രദ്ധ നേടി. ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ ആ ചെറിയ സ്ഥാപനം നഗരത്തിലെ തിരക്കേറിയ അറിയപ്പെടുന്ന വലിയൊരു IT കമ്പനിയായി വളർന്നു പന്തലിച്ചു. ഒട്ടനവധി യുവാക്കൾക്ക് ജോലി നൽകുന്ന ഒരു വലിയ വ്യവസായിയായി വിജയൻ മാറി. അതോടെ ജാനകിയമ്മയുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾക്കെല്ലാം ഒരറുതിയായി. അവർ ട്യൂഷൻ പഠിപ്പിക്കാൻ പോകുന്നത് വിജയൻ പൂർണ്ണമായി നിർത്തിച്ചു. തങ്ങളുടെ പഴയ തറവാട് വീട് അതിന്റെ തനിമ ഒട്ടും നഷ്ടപ്പെടാതെ, എന്നാൽ എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടും കൂടി വിജയൻ പുതുക്കി പണിപണിഞ്ഞു. ജാനകിയമ്മയ്ക്ക് ആവശ്യമായ എല്ലാ സുഖസൗകര്യങ്ങളും പരിചാരകരെയും അവരേർപ്പെടുത്തി. തങ്ങളെ ഒരു കാലത്ത് സഹായിക്കാൻ മടിച്ച ബന്ധുക്കളെല്ലാം ഇപ്പോഴാ തറവാട്ടിലേക്ക് വരാൻ മത്സരിച്ചു. ജാനകിയമ്മയുടെ ത്യാഗത്തിന്റെ ഫലമാണ് ഈ വിജയമെന്ന് എല്ലാവരും വാഴ്ത്തി. ഇപ്പോൾ കുന്നംകുളം ഗ്രാമത്തിലെ പ്രധാന ചർച്ചാവിഷയം വിജയന്റെ അമ്പരപ്പിക്കുന്ന വളർച്ചയായിരുന്നു. നാട്ടിലെ ചായക്കടകളിലും വായനശാലകളിലും ഉത്സവ പറമ്പുകളിലും ആളുകൾ അവനെക്കുറിച്ച് മാത്രമാണ് സംസാരിച്ചത്. ജാനകിയമ്മയുടെ ഭാഗ്യം തന്നെയാണ് ഭാഗ്യം. ഗോപാലൻ മാസ്റ്റർ മരിച്ചിട്ടും ആ അമ്മ ഒറ്റയ്ക്ക് വളർത്തിയിട്ട് ആ കുട്ടി എവിടെ എത്തി നിൽക്കുന്നു നോക്കൂ. നാട്ടിലെ മറ്റു യുവാക്കൾക്ക് വിജയൻ ഒരു മാതൃക തന്നെയാണ്. നാട്ടുകാർ അവനെ അത്രമേൽ ബഹുമാനത്തോടെയാണ് കണ്ടത്. വിജയൻ നഗരത്തിൽ ബിസിനസ്സുമായി വളരെ തിരക്കിലായിരുന്നെങ്കിലും എല്ലാ വ്യാഴാഴ്ച രാത്രിയോടെ അവൻ കുന്നംകുളത്തെ തറവാട്ടിൽ അമ്മയുടെ അടുത്തെത്തും. ശനിയും ഞായറും ദിവസങ്ങളിൽ അവൻ അമ്മയോടൊപ്പം സമയം ചെലവഴിച്ചു. അമ്മയ്ക്കിഷ്ടമുള്ള സാധനങ്ങളും മരുന്നുകളും വസ്ത്രങ്ങളുമെല്ലാം അവൻ വാങ്ങി നൽകുമായിരുന്നു. പുറമേ നോക്കുന്ന ഏതൊരാൾക്കും തികച്ചും സന്തുഷ്ടവും സമാധാനപരവുമായ ഈശ്വരാനുഗ്രഹം നിറഞ്ഞ ഒരു കുടുംബമായിരുന്നു അത്. വിജയന്റെ ബിസിനസ് വിജയങ്ങൾ നാട്ടിലാകെ വലിയ ചർച്ചയായതോടെ ജാനകിയമ്മയുടെ മനസ്സിൽ ഒരു പുതിയ ആഗ്രഹം മുളപൊട്ടി. വിജയനു പ്രായം 30നോടടുക്കുന്നു. തറവാട്ടിൽ തനിച്ചായിപ്പോയ തനിക്ക് കൂട്ടായും മകന്റെ ജീവിതത്തിന് കരുത്തായും ഒരു പെൺകുട്ടി കടന്നു വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നവർക്ക് തോന്നി. മകനോട് ഈ കാര്യം സംസാരിച്ചപ്പോൾ അവൻ ആദ്യം വിമുഖത കാണിച്ചെങ്കിലും അമ്മയുടെ നിരന്തരമായ നിർബന്ധത്തിനും സ്നേഹത്തിനും മുന്നിൽ ഒടുവിൽ അവന് സമ്മതിക്കേണ്ടി വന്നു. അമ്മയ്ക്കിഷ്ടമുള്ള ഒരു കുട്ടിയെ നോക്കിക്കോളൂ, എനിക്ക് എതിർപ്പില്ല എന്ന വിജയന്റെ വാക്കുകൾ ജാനകിയമ്മയ്ക്ക് വലിയ ആശ്വാസമാണ് നൽകിയത്. അങ്ങനെയാണ് നാട്ടിലെ പ്രമുഖ വ്യക്തിയും വലിയ തോട്ടമുടമയുമായ തങ്കപ്പന്റെ മകൾ കവിതയുടെ ആലോചന വരുന്നത്. സമ്പത്തിലും പാരമ്പര്യത്തിലും ഏറെ മുന്നിലായിരുന്ന കവിതയുടെ കുടുംബത്തിന് വിജയനെ പോലെ നഗരത്തിൽ പേരെടുത്ത ഒരു യുവ വ്യവസായിയെ മരുമകനായി ലഭിക്കുന്നതിൽ വലിയ താൽപ്പര്യമുണ്ടായിരുന്നു. കവിത സുന്ദരിയും വിദ്യാസമ്പന്നയുമായിരുന്നു. ജാനകിയമ്മയ്ക്കും ആ കുട്ടിയെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ജാതകപ്പൊരുത്തവും മറ്റു ചടങ്ങുകളും നോക്കി കല്യാണം ഉറപ്പിച്ചു. കുന്നംകുളം ഗ്രാമം അതുവരെ സാക്ഷ്യം വഹിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു മഹാവിവാഹത്തിനാണ് പിന്നീട് ആ തറവാടും നാട്ടുകാരും ഒരുങ്ങിയത്. വിവാഹ ദിവസം തറവാട്ടുമുറ്റം ജനസഹസ്രങ്ങളെക്കൊണ്ട് നിറഞ്ഞു. വലിയ പന്തലും നഗരത്തിൽ നിന്നുമെത്തിയ അലങ്കാര പണികളും നാദസ്വരത്തിന്റെ മംഗളധ്വനിയും കൊണ്ട് ആ പ്രദേശം സജീവമായി. സ്വർണ്ണ ആഭരണങ്ങളിൽ തിളങ്ങി നിന്ന കവിതയുടെ കൈപിടിച്ച് വിജയൻ തറവാടിന്റെ പടി കയറി വരുമ്പോൾ ജാനകിയമ്മയുടെ കണ്ണുകൾ ആനന്ദാശ്രുക്കളാൽ നിറഞ്ഞു. ഗോപാലൻ മാസ്റ്ററിന്റെ ആത്മാവ് സ്വർഗത്തിലിരുന്ന് തങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ടാകും എന്നവർ ഉറച്ചു വിശ്വസിച്ചു. നാട്ടുകാരും ബന്ധുക്കളും ആ ദമ്പതികളെ വാഴ്ത്തി പറഞ്ഞു. രാത്രിയിൽ വിഭവസമൃദ്ധമായ സദ്യയ്ക്ക് ശേഷം അതിഥികളെല്ലാം പിരിഞ്ഞുപോയി. വിജയൻ അമ്മയുടെ അരികിലെത്തി അനുഗ്രഹം വാങ്ങി. അവന്റെ മുഖത്ത് എന്തോ ഒരു വിമ്മിഷ്ടം നിഴലിച്ചിരുന്നുവെങ്കിലും ജാനകിയമ്മ അത് കല്യാണത്തിരക്കിന്റെ ക്ഷീണമെന്നേ കരുതിയുള്ളൂ. പ്രാർത്ഥനയോടെ അവർ സ്വന്തം മുറിയിലേക്ക് ഉറങ്ങാൻ പോയി. എന്നാൽ ആ സന്തോഷത്തിന് ഏതാനും മണിക്കൂറുകളുടെ ആയുസ്സു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിറ്റേന്ന് പുലർച്ചെ 5 മണിയോടെ തറവാടിന്റെ ഉമ്മറത്ത് വന്നു നിന്ന ആഡംബര കാറുകളിൽ നിന്നും കവിതയുടെ മാതാപിതാക്കളും സഹോദരന്മാരും ദേഷ്യത്തോടെയും സങ്കടത്തോടെയും ഇറങ്ങിവന്നു. ജാനകിയമ്മ പരിഭ്രമത്തോടെ വാതിൽ തുറന്നപ്പോൾ അവർ ഒട്ടും സമയം കളയാതെ നേരെ വിജയന്റെ മുറിയിലേക്ക് ഇരച്ചു കയറി. മുറിക്കുള്ളിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ഇരിക്കുകയായിരുന്ന കവിതയെ അവർ ആശ്വസിപ്പിച്ചു. എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ച ജാനകിയമ്മയോട് ഒരു വാക്കുപോലും സംസാരിക്കാൻ കവിതയുടെ അച്ഛൻ തയ്യാറായില്ല.
നിങ്ങളുടെ മകൻ ഞങ്ങളെ ചതിക്കുകയായിരുന്നു ജാനകിയമ്മേ. ഇനി ഒരൊറ്റ നിമിഷം പോലും എന്റെ മകൾ ഈ പടിയിറങ്ങി നിൽക്കില്ല എന്നവർ ആക്രോശിച്ചുകൊണ്ട് കവിതയുടെ പെട്ടികളും സാധനങ്ങളുമായി അവളെ കൂട്ടി ഇറങ്ങിപ്പോയി. ഉമ്മറപ്പടിയിൽ അമ്പരന്ന് നിന്ന ജാനകിയമ്മ വിജയന്റെ മുറിയിലേക്ക് നോക്കി. വിജയൻ യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ കട്ടിലിൽ തല താഴ്ത്തിയിരിക്കുകയായിരുന്നു. മോനെ, എന്താണവിടെ സംഭവിച്ചത്? അവൾ എന്തിനാണ് കരഞ്ഞത് എന്ന് അമ്മ നിലവിളിച്ചുകൊണ്ട് ചോദിച്ചിട്ടും അവൻ കൺതുറന്നു നോക്കുകയോ മറുപടി പറയുകയോ ചെയ്തില്ല. ഈ വാർത്ത കുന്നംകുളം ഗ്രാമത്തിൽ വലിയൊരു ഭൂകമ്പം പോലെയാണ് പടർന്നത്. രാവിലെ ചായക്കടകളിൽ പത്രം വായിക്കാനെത്തിയവർ വാർത്തകൾ മറന്ന് തറവാട്ടിലെ സംഭവങ്ങളെക്കുറിച്ച് സംസാരിച്ചു. കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രിയിൽ തന്നെ പെൺകുട്ടി ഇറങ്ങിപ്പോകണമെങ്കിൽ അവിടെ എന്തോ വലിയ കുഴപ്പമുണ്ട്. വിജയൻ കാണുന്നത് പോലെയല്ല, നാട്ടുകാർ അടക്കം പറഞ്ഞു തുടങ്ങി. ജാനകി അമ്മയ്ക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയായി. വഴിയിൽ കാണുന്നവരെല്ലാം സഹതാപത്തോടെയും അതേസമയം കൗതുകത്തോടെയും അവരെ നോക്കി ചോദ്യങ്ങൾ എറിഞ്ഞു. എന്റെ മകൻ ഒരു കുഴപ്പവുമില്ല, കവിതയ്ക്ക് മാനസികമായി എന്തോ അസുഖമുണ്ടായിരിക്കാം, അതുകൊണ്ടാണ് അവൾ അങ്ങനെ പെരുമാറിയത് എന്ന് ജാനകിയമ്മ നാട്ടുകാരുടെ വായടപ്പിക്കാൻ ശ്രമിച്ചു. എങ്കിലും കവിതയുടെ വീട്ടുകാർ പോലീസിൽ പരാതി നൽകാൻ ഒരുങ്ങുന്നു എന്ന വാർത്ത ജാനകിയമ്മയെ വല്ലാതെ ഭയപ്പെടുത്തി. വിജയൻ ഈ സമയത്തെല്ലാം തറവാട്ടിൽ തന്നെ തുടർന്നുവെങ്കിലും അവൻ പൂർണ്ണമായും മൗനത്തിലായിരുന്നു. ബിസിനസ് കാര്യങ്ങൾക്കായി അവൻ ലാപ്ടോപ്പിനു മുന്നിൽ മണിക്കൂറുകളോളം ചെലവഴിച്ചു. ജാനകിയമ്മയോട് സംസാരിക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം അവൻ ദേഷ്യപ്പെടുകയോ അവിടെ നിന്നും എഴുന്നേറ്റു പോകുകയോ ചെയ്തു. നാട്ടുകാരുടെ ആക്ഷേപങ്ങൾ കൂടി വന്നപ്പോൾ ജാനകിയമ്മയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ അപവാദങ്ങളിൽ നിന്നും തങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കണമെങ്കിൽ വിജയന് രണ്ടാമതൊരു വിവാഹം കഴിച്ചേ മതിയാവൂ. ആദ്യ പരാജയം ഒരബദ്ധമായിരുന്നു എന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്തേണ്ടത് അവരുടെ അന്തസ്സിന്റെ പ്രശ്നമായിരുന്നു. അങ്ങനെ കുറച്ചു മാസങ്ങൾക്ക് ശേഷം ജാനകിയമ്മ രണ്ടാമതൊരാലോചനയിലേക്ക് കടന്നു. ഇത്തവണ അവർ ഏറെ ജാഗ്രത പുലർത്തി. ഒരു നാടൻ പെൺകുട്ടിയേക്കാൾ കാര്യപ്രാപ്തിയുള്ള ഒരു ഉദ്യോഗസ്ഥയായാൽ വിജയനെ നന്നായി മനസ്സിലാക്കാൻ കഴിയുമെന്ന് അവർ കരുതി. അങ്ങനെയാണ് അടുത്ത നഗരത്തിലെ പ്രമുഖ പൊതുമേഖലാ ബാങ്കിൽ ജോലി ചെയ്യുന്ന ദിവ്യ എന്ന പെൺകുട്ടിയുടെ ആലോചന വരുന്നത്. ആധുനിക ചിന്താഗതിക്കാരിയും ധൈര്യശാലിയുമായിരുന്നു ദിവ്യ. വിജയന്റെ ആദ്യ വിവാഹത്തെക്കുറിച്ചുള്ള പരാജയം ദിവ്യയുടെ വീട്ടുകാർ ചോദിച്ചപ്പോൾ ജാനകിയമ്മ കാര്യങ്ങൾ വളച്ചൊടിച്ചു പറഞ്ഞു. ആ പെൺകുട്ടിക്ക് മുൻപേ ആരോടും ഇഷ്ടമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവൾ പിറ്റേന്ന് തന്നെ പോയത് എന്ന് ദിവ്യയെ വിശ്വസിപ്പിച്ചു. ദിവ്യ വിജയനുമായി നേരിട്ട് സംസാരിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചു. അവർ തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ വിജയൻ തന്റെ ബിസിനസ്സിനെക്കുറിച്ചും തറവാടിനെക്കുറിച്ചും മാത്രം സംസാരിച്ചു. ആദ്യ വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്നും അവൻ നയപരമായി ഒഴിഞ്ഞുമാറി. എങ്കിലും അവന്റെ ഗൗരവമുള്ള സ്വഭാവവും പെരുമാറ്റവും ദിവ്യയ്ക്ക് ഇഷ്ടപ്പെട്ടു. രണ്ടാമത്തെ വിവാഹവും കുന്നംകുളത്തെ അതിശയിപ്പിച്ചുകൊണ്ട് ലളിതമെങ്കിലും മനോഹരമായ ചടങ്ങുകളോടെ നടന്നു. ജാനകിയമ്മയുടെ മനസ്സിൽ ഭയമുണ്ടായിരുന്നുവെങ്കിലും ഇത്തവണ എല്ലാം ശുഭമായി കലാശിക്കുമെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു. വിവാഹരാത്രിയിൽ അവളുടെ മുഖത്ത് നല്ലൊരു ജീവിതം തുടങ്ങാൻ പോകുന്നതിന്റെ ആത്മവിശ്വാസവും പുഞ്ചിരിയും ഉണ്ടായിരുന്നു. ജാനകിയമ്മ പൂജാമുറിയിൽ കയറി ഗോപാലൻ മാസ്റ്ററിന്റെ ചിത്രത്തിനു മുന്നിൽ വിളക്കുവെച്ച് ദീർഘനേരം പ്രാർത്ഥിച്ചു. എന്റെ മകന്റെ ജീവിതത്തിലെ കാർമേഘങ്ങൾ മാറ്റണമേ നാഥ, അവർ കണ്ണീരോടെ പ്രാർത്ഥിച്ചു. പക്ഷേ വിധി ആ അമ്മയെ വീണ്ടും ചതിക്കുകയായിരുന്നു. പിറ്റേന്ന് പുലർച്ചെ 4 മണിയോടെ വിജയന്റെ മുറിയിൽ നിന്നും ഒരു ഉച്ചത്തിലുള്ള നിലവിളി കേട്ടാണ് ജാനകിയമ്മ ഞെട്ടിയുണർന്നത്. അവർ ഓടിച്ചെന്ന് വാതിൽ തുറന്നപ്പോൾ ദിവ്യ വസ്ത്രങ്ങൾ പോലും നേരെയാകാതെ ഭയന്നു വിറച്ച് വീർത്തുകുളിച്ചു വാതിൽ തുറന്നു പുറത്തേക്ക് ഓടിവന്നു. അവളുടെ കണ്ണുകളിൽ മരണഭയം നിഴലിച്ചിരുന്നു. ജാനകിയമ്മ അവളെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചെങ്കിലും അവൾ അവരെ തള്ളിമാറ്റി ഉമ്മറത്തേക്ക് ഓടിവന്നു. അപ്പോഴേക്കും വിവരമറിഞ്ഞ് ദിവ്യയുടെ അമ്മയും ബന്ധുക്കളും തറവാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. ദിവ്യ അമ്മയെ കെട്ടിപ്പിടിച്ച് ഉറക്കെ കരഞ്ഞു. എന്താ മോളെ, എന്താ ഉണ്ടായത്? എന്റെ വിജയൻ നിന്നെ എന്തെങ്കിലും ചെയ്തോ? ജാനകിയമ്മ കൈകൾ കൂപ്പി ചോദിച്ചു. ദിവ്യ ജാനകിയമ്മയുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ ചുണ്ടുകൾ വിറയ്ക്കുകയായിരുന്നു. അവൾ കരച്ചിലിനിടയിലൂടെ ആ വാക്കു പറഞ്ഞു. നിങ്ങളുടെ മകൻ ഒരു സാധാരണ മനുഷ്യനല്ല ജാനകിയമ്മേ. അയാൾക്കെന്തോ വലിയ രോഗമുണ്ട്. ഭ്രാന്താണ് അയാൾക്ക്. ദയവായി അയാളെ ഒരു വലിയ ഡോക്ടറെ കാണിക്കൂ, അല്ലെങ്കിൽ അയാൾ ആരുടെയെങ്കിലും ജീവനെടുക്കും. ആ വാക്കുകൾ കേട്ടതും ജാനകിയമ്മയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. സ്വന്തം മകനെ ഒരു പെൺകുട്ടി ഭ്രാന്തനെന്ന് വിളിക്കുന്നത് സഹിക്കാൻ ആ അമ്മയ്ക്കായില്ല. എന്റെ മകൻ ഒരു കുഴപ്പവുമില്ല, നിനക്കിവിടെ നിൽക്കാൻ താൽപ്പര്യമില്ലെങ്കിൽ ഇപ്പോൾ തന്നെ എന്റെ പടി ഇറങ്ങി പൊക്കോളൂ എന്ന് ജാനകിയമ്മ ക്രോധത്തോടെ അലറി. ദിവ്യയുടെ വീട്ടുകാർ അവളെ കൂട്ടി അവിടെ നിന്നും അപ്പോൾ തന്നെ പോയി.
2 വിവാഹങ്ങളും പരാജയപ്പെട്ടപ്പോൾ കുന്നംകുളം ഗ്രാമത്തിൽ വിജയൻ എന്ന പേര് ഒരു വലിയ ദുരൂഹതയായി മാറി. ചായക്കടകളിലെ അടക്കം പറച്ചിലുകൾ ഇപ്പോൾ പരിഹാസത്തിന്റെ വലിയ അലർച്ചകളായി മാറിയിരുന്നു. 2 പെൺകുട്ടികളാണ് ആദ്യ രാത്രിയിൽ തന്നെ ജീവനും കൊണ്ട് ഓടിപ്പോയത്. വിജയൻ ഒന്നുകിൽ എന്തോ വലിയ മനോരോഗമുണ്ട്, അല്ലെങ്കിൽ അവൻ ആഭിചാരക്കാരനാണ്, നാട്ടുകാർ തീർച്ചപ്പെടുത്തി. ജാനകിയമ്മ മാനക്കേടുകൊണ്ട് വീടിന്റെ ജനലുകളും വാതിലുകളും അടച്ച് അകത്തിരുന്നു. പുറത്തുനിന്നും ഉയരുന്ന പരിഹാസ ചിരികൾ അവരുടെ കാതുകളിൽ തീയായി വന്നു വീണു. പക്ഷെ മുറിക്കുള്ളിൽ ശൂന്യതയിലേക്ക് നോക്കിയിരിക്കുന്ന മകനെ കണ്ടപ്പോൾ ആ അമ്മയുടെ ഉള്ളം തകർന്നുപോയി. വിജയന്റെ കണ്ണുകളിൽ ഒരു ഭ്രാന്തമായ ഭാവം വരാൻ തുടങ്ങിയിരിക്കുന്നത് ജാനകിയമ്മ ഭയത്തോടെ തിരിച്ചറിഞ്ഞു. എങ്കിലും അവൾ തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ഈ നാട്ടുകാരുടെ ചോദ്യങ്ങൾക്കു മുന്നിൽ വിജയനെ ഒരു ജേതാവായി നിർത്തിയേ മതിയാവൂ എന്ന് ആ അമ്മ തന്റെ തകർന്ന മനസ്സിൽ ഉറപ്പിച്ചു. പകൽ മുഴുവൻ മുറിക്കുള്ളിലിരിക്കുന്ന മകനെ ആഹാരം എത്തിച്ചു നൽകുക എന്നത് മാത്രമായി അവരുടെ ജീവിതം. എങ്കിലും ആ അമ്മയുടെ മനസ്സ് മകനെ പൂർണ്ണമായി കുറ്റപ്പെടുത്താൻ തയ്യാറായിരുന്നില്ല. വിജയന്റെ ഈ അവസ്ഥയ്ക്ക് പിന്നിൽ എന്തോ ഒരു വലിയ കാരണമുണ്ടെന്ന് അവരുടെ മാതൃഹൃദയം മന്ത്രിച്ചുകൊണ്ടേയിരുന്നു. ഒരു ദിവസം വിജയൻ ഓഫീസിലേക്ക് പോയ സമയത്താണ് ജാനകിയമ്മ അവന്റെ കിടപ്പുമുറി വൃത്തിയാക്കാനായി കയറിയത്. മുറിക്കുള്ളിൽ എപ്പോഴും ഒരുതരം നിഗൂഢമായ നിശബ്ദത തങ്ങി നിന്നിരുന്നു. ജനൽ കർട്ടനുകൾ മാറ്റി പുറത്തെ വെളിച്ചം അകത്തേക്ക് വീഴ്ത്തിയപ്പോഴാണ് ഭിത്തിയുടെ വശത്ത് തൂക്കിയിട്ടിരുന്ന ആ പഴയ ഫോട്ടോ ഫ്രെയിം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അരികുകൾ ഒടിഞ്ഞ് പൊടി പിടിച്ച് നിറം മങ്ങി തുടങ്ങിയൊരു ചിത്രമായിരുന്നു അത്. മുൻപും പലതവണ ആ ചിത്രം അവിടെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രത്തോളം സൂക്ഷ്മമായി ജാനകിയമ്മ അതിലേക്ക് നോക്കുന്നത് ആദ്യമായിട്ടായിരുന്നു. ആ ചിത്രത്തിൽ ചിരിച്ചു നിൽക്കുന്ന രൂപത്തിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അതൊരു ആൺകുട്ടിയാണോ അതോ പെൺകുട്ടിയാണോ എന്നൊറ്റ നോട്ടത്തിൽ ആർക്കും തിരിച്ചറിയാൻ കഴിയുമായിരുന്നില്ല. ആ കണ്ണുകളിൽ ഒരുതരം കടുത്ത നിസ്സംഗതയും അതേസമയം ആഴമേറിയ ഏകാന്തതയും നിഴലിച്ചിരുന്നു. ആ ചിത്രത്തിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ജാനകിയമ്മയുടെ ഉള്ളിൽ എന്തോ ഒരു വല്ലാത്ത അസ്വസ്ഥത പടർന്നു. വിജയന്റെ ജീവിതത്തെ ഈ അവസ്ഥയിലെത്തിച്ചതിന്റെ നൂലുകൾ കിടക്കുന്നത് ആ ചിത്രത്തിലാണെന്ന് അവർക്ക് മനസ്സിലായി. വിജയൻ നഗരത്തിലെ പ്രശസ്തമായ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന കാലത്താണ് അവന്റെ ജീവിതത്തിലേക്ക് ആ വ്യക്തി കടന്നുവരുന്നത്. അവളുടെ പേര് നില എന്നായിരുന്നു. കോളേജിലെ മറ്റെല്ലാ വിദ്യാർത്ഥികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായൊരു ലോകമായിരുന്നു നിലയുടേത്. അവൾ ജനിച്ചതൊരാൺകുട്ടിയായിട്ടായിരുന്നെങ്കിലും അവളുടെ മനസ്സും ശരീരത്തിന്റെ ഭാവങ്ങളും ഒരു പെൺകുട്ടിയുടേതായിരുന്നു. ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട നിലയ്ക്ക് സമൂഹത്തിൽ നിന്നും സ്വന്തം കുടുംബത്തിൽ നിന്നും നേരിടേണ്ടി വന്നത് ക്രൂരമായ തിരസ്കരണങ്ങൾ മാത്രമായിരുന്നു. കോളേജ് ക്യാമ്പസിൽ അവൾ നടന്നു പോകുമ്പോൾ സഹപാഠികൾ അവളെ നോക്കി പരിഹസിച്ചു ചിരിക്കുകയും ക്രൂരമായ വാക്കുകൾ കൊണ്ട് അധിക്ഷേപിക്കുകയും ചെയ്യുന്നതൊരു പതിവായിരുന്നു. ആരും അവളോട് സംസാരിക്കാനോ ഒപ്പമിരുന്ന് ആഹാരം കഴിക്കാനോ കൂട്ടാക്കിയില്ല. എന്നാൽ ഒരു ദിവസം കോളേജ് ക്യാൻറ്റീനിൽ വെച്ച് ചില വിദ്യാർത്ഥികൾ നിലയെ അതിക്രൂരമായി പരിഹസിക്കുകയും അവളുടെ വസ്ത്രധാരണത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോൾ അതുവരെ ശാന്തനായിരുന്ന വിജയൻ അവർക്ക് മുന്നിലേക്ക് കയറി നിന്നു. അവൾക്കും നമ്മളെപ്പോലെ ജീവിക്കാനും സ്വപ്നം കാണാനും അവകാശമുണ്ട്, വ്യത്യസ്തതകളെ ബഹുമാനിക്കാൻ പഠിക്കണം എന്ന് വിജയൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞപ്പോൾ പരിഹസിച്ചവരുടെ വായടഞ്ഞു. അന്ന് നിലയുടെ കണ്ണുകളിൽ നിന്നും ഒലിച്ചിറങ്ങിയ കണ്ണീർ വിജയന്റെ മനസ്സിലാണ് ചെന്ന് തറച്ചത്. അവിടെ നിന്നാണ് കുന്നംകുളത്തുകാരാരും അറിയാത്ത ആ അപൂർവ സൗഹൃദത്തിന്റെ തുടക്കം. നിലയുടെ ലോകത്ത് വിജയൻ മാത്രമായി അവളുടെ കാവൽക്കാരൻ. അവർ ഒരുമിച്ച് ലൈബ്രറിയിലിരുന്ന് പുസ്തകങ്ങൾ വായിച്ചു. വൈകുന്നേരങ്ങളിൽ നഗരത്തിലെ തിരക്കില്ലാത്ത വഴികളിലൂടെ നടന്നു. അച്ഛന്റെ വിയോഗമേൽപ്പിച്ച കടുത്ത വേദനയിൽ ഉരുകുകയായിരുന്ന വിജയന് ലോകം മുഴുവൻ ഒറ്റപ്പെടുത്തിയ നിലയുടെ മാനസികാവസ്ഥ പെട്ടെന്ന് മനസ്സിലായി. അവർ പരസ്പരം താങ്ങും തണലുമായി മാറി. നിലയ്ക്ക് സ്വന്തമായൊരു ചെറിയ വീട് വേണമെന്നും അവിടെ ആരുടെയും ശല്യമില്ലാതെ സമാധാനത്തോടെ ജീവിക്കണമെന്നുമായിരുന്നു ഏറ്റവും വലിയ സ്വപ്നം. ആ സ്വപ്നങ്ങൾക്ക് നിറം പകരാൻ വിജയൻ എപ്പോഴും അവൾക്കൊപ്പം നിന്നു. വിജയന്റെ സാന്നിധ്യം നിലയ്ക്ക് നൽകിയതൊരു പുതിയ ജീവിതമായിരുന്നു. എന്നാൽ ആ മനോഹരമായ നാളുകൾക്ക് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. എഞ്ചിനീയറിംഗ് പഠനത്തിന്റെ അവസാന വർഷത്തിൽ ഒരു വൈകുന്നേരം കോളേജ് കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് മടങ്ങുന്നതിനിടയിൽ നഗരത്തിലെ തിരക്കേറിയ ജംഗ്ഷനിൽ വെച്ച് ഒരമിത വേഗത്തിലെത്തിയ വാഹനം നിലയെ ഇടിച്ചു തെറിപ്പിച്ചു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. നിലയുടെ മരണം വിജയനെ പൂർണ്ണമായി തകർത്തുകളഞ്ഞു. അവന്റെ ജീവിതത്തിലെ എല്ലാ പ്രകാശവും ആ ഒറ്റ നിമിഷം കൊണ്ടണഞ്ഞുപോയി. നിലയുടെ ശവസംസ്കാര ചടങ്ങുകൾക്ക് ശേഷം തറവാട്ടിൽ തിരിച്ചെത്തിയ വിജയൻ പിന്നീട് പഴയ വിജയനായിരുന്നില്ല. അവൻ ആരോടും സംസാരിക്കാതെയായി. അമ്മയോട് പോലും ഒരു വലിയ അകലം പാലിച്ചു. ബിസിനസ്സിൽ അവൻ വലിയ വിജയങ്ങൾ കൊയ്തുകൂട്ടുമ്പോഴും അവന്റെ ആത്മാവ് നിലയുടെ ഓർമ്മകളിൽ തളച്ചിടപ്പെട്ടിരിക്കുകയായിരുന്നു.
അവൾ സമ്മാനിച്ച ആ പഴയ ഫോട്ടോ മാത്രമാണ് അവൻ തന്റെ മുറിയിൽ സൂക്ഷിച്ചിരുന്നത്. അമ്മയുടെ കടുത്ത നിർബന്ധത്തിന് വഴങ്ങി കവിതയെയും ദിവ്യയെയും വിവാഹിക്കാൻ അവൻ സമ്മതിച്ചുവെങ്കിലും ഒരു സാധാരണ ഭർത്താവായി ജീവിക്കാൻ അവന്റെ ഉപബോധ മനസ്സ് അവനെ അനുവദിച്ചില്ല. ആദ്യ രാത്രികളിൽ കിടപ്പറയിലേക്ക് കടക്കുമ്പോൾ അവന്റെ മനസ്സിൽ നിലയുടെ രൂപം മാത്രമാണ് തെളിഞ്ഞു നിന്നത്. തന്റെ ശരീരവും മനസ്സും നിലയ്ക്ക് മാത്രമുള്ളതാണ് എന്ന ഭ്രാന്തമായ ചിന്ത അവൻ പോലും അറിയാതെ അവനെ കീഴടക്കിയിരുന്നു. ഭാര്യമാരോട് ക്രൂരമായി പെരുമാറാനും അവരെ ഭയപ്പെടുത്തി ഓടിക്കാനും അവനെ പ്രേരിപ്പിച്ചത് നിലയോടുള്ള ഈ അന്ധമായ പ്രണയവും അവളുടെ വേർപാട് സൃഷ്ടിച്ച മാനസികാഘാതവുമായിരുന്നു. മുറി വൃത്തിയാക്കൽ കഴിഞ്ഞ് ഉമ്മറത്തു വന്നിരുന്ന ജാനകിയമ്മയുടെ മനസ്സിൽ വലിയൊരു കൊടുങ്കാറ്റാണ് വീശിയടിച്ചത്. മകന്റെ മുറിയിലെ ആ ചിത്രം വെറുമൊരു കൂട്ടുകാരൻ്റേതല്ല എന്നവർക്ക് ഉറപ്പായി. അന്ന് വൈകുന്നേരം വിജയൻ നഗരത്തിൽ നിന്നും തിരികെ എത്തിയപ്പോൾ ജാനകിയമ്മ അവന്റെ മുറിയിലേക്ക് ചെന്നു. അവൻ പതിവ് പോലെ ഭിത്തിയിലെ ആ ചിത്രത്തിലേക്ക് നോക്കി ശൂന്യതയിൽ ലയിച്ചിരിക്കുകയായിരുന്നു. ജാനകിയമ്മ അവന്റെ അരികിലേക്ക് നടന്നു ചെന്ന് പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു, "മോനെ, ആ ഫോട്ടോയിലുള്ളത് ആരാണ്? എന്താണ് നിന്റെ മനസ്സിൽ നടക്കുന്നത്? അമ്മയോടൊന്ന് തുറന്നു പറയൂ. ഈ അമ്മയുടെ നെഞ്ചു പൊട്ടുന്നത് നീ കാണുന്നില്ലേ?" വിജയൻ പെട്ടെന്ന് ഞെട്ടി തിരിഞ്ഞു നോക്കി. അവന്റെ കണ്ണുകളിൽ ഒരുതരം കടുത്ത ഭയവും അതേസമയം വല്ലാത്ത ഒരു ശൂന്യതയും ജാനകിയമ്മ കണ്ടു. അവൻ ആ ചിത്രത്തിലേക്ക് ഒരിക്കൽ കൂടി നോക്കി. ചുണ്ടുകളിൽ കൈപ്പേറിയ ഒരു വിചിത്രമായ പുഞ്ചിരി വിരിഞ്ഞു. "അതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കണ്ട, എനിക്ക് യാതൊരു കുഴപ്പവുമില്ല. എല്ലാം കഴിഞ്ഞ കാര്യങ്ങളാണ്" എന്നവൻ ദേഷ്യത്തോടെ അലറി പറഞ്ഞു. എന്നിട്ട് അമ്മയുടെ മുഖത്തേക്ക് നോക്കാതെ അവൻ മുറിക്കു പുറത്തേക്ക് ഇറങ്ങിപ്പോയി. മകന്റെ ഈ വിചിത്രമായ പെരുമാറ്റവും പരാജയപ്പെട്ട 2 വിവാഹങ്ങളും ജാനകിയമ്മയെ കടുത്ത മാനസിക ശാരീരിക രോഗിയാക്കി മാറ്റി. അവർക്ക് ഉറക്കം നഷ്ടപ്പെട്ടു. രാത്രികളിൽ വിജയന്റെ മുറിയിൽ നിന്നും കേൾക്കുന്ന നേർത്ത ശബ്ദങ്ങൾ അവരെ ഭയപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. തറവാടിനു ചുറ്റുമുള്ള ബന്ധുക്കൾ പോലും ഇപ്പോൾ അവരെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. "നിങ്ങളുടെ മകൻ എന്തോ വലിയ മാനസിക രോഗമുണ്ട്. നിങ്ങളത് നാട്ടുകാരിൽ നിന്നും മറച്ചുവെക്കുകയാണ്" എന്നവർ മുഖത്ത് നോക്കി പറഞ്ഞു. നാട്ടുകാരുടെ പരിഹാസങ്ങൾക്ക് മുന്നിൽ തോറ്റുകൊടുക്കാൻ ജാനകിയമ്മ തയ്യാറല്ലായിരുന്നു. ഈ ശാപവാക്കുകൾക്കെല്ലാം ഉത്തരം നൽകാൻ അവർ 3ാമതൊരു വിവാഹത്തിനു കൂടി തയ്യാറെടുത്തു. ഇത്തവണ മകന്റെ താൽപര്യങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരു നല്ല പെൺകുട്ടിയെ കണ്ടെത്താൻ അവർ തീരുമാനിച്ചു. അതിനായി അവർ പുതിയ വഴികൾ തേടാൻ ആരംഭിച്ചു. എന്നാൽ വിജയൻ ഇതിനോട് കടുത്ത വിമുഖതയാണ് കാണിച്ചത്. അവൻ പലപ്പോഴും അമ്മയുടെ മുന്നിൽ കൈകൂപ്പി കരഞ്ഞു. "എനിക്കിനിയൊരു ജീവിതം വേണ്ട അമ്മേ. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ദയവായി എന്നെ മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതം തകർക്കാൻ നിർബന്ധിക്കരുത്" എന്നവൻ പലതവണ അപേക്ഷിച്ചു. എന്നാൽ ജാനകിയമ്മയുടെ കണ്ണീരിനു മുന്നിൽ അവന് വീണ്ടും കീഴടങ്ങേണ്ടി വന്നു. അങ്ങനെയാണ് നഗരത്തിലെ പ്രമുഖ IT കമ്പനിയിൽ പ്രോജക്ട് മാനേജറായി ജോലി ചെയ്യുന്ന മാനസ എന്ന പെൺകുട്ടിയുടെ ആലോചന വരുന്നത്. സ്വന്തമായി വ്യക്തമായ അഭിപ്രായങ്ങളുള്ള, കാര്യങ്ങളെ തികച്ചും യുക്തിപരമായി സമീപിക്കുന്ന ആധുനിക ചിന്താഗതിക്കാരിയായിരുന്നു മാനസ. വിജയന്റെ മുൻപത്തെ 2 വിവാഹങ്ങളുടെ പരാജയത്തെക്കുറിച്ചും കുന്നംകുളം ഗ്രാമത്തിൽ പരക്കുന്ന ദുരൂഹമായ അപവാദങ്ങളെക്കുറിച്ചും അവൾ തന്റെ വീട്ടുകാർ വഴി കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. ഒരു സാധാരണ പെൺകുട്ടിയെപ്പോലെ ഭയന്നു പിന്മാറുന്നതിനു പകരം എന്താണിതിന്റെ പിന്നിലെ യഥാർത്ഥ രഹസ്യം എന്നു കണ്ടെത്താനാണ് അവൾ ആഗ്രഹിച്ചത്. വിവാഹത്തിനു മുൻപായി വിജയനുമായി നേരിട്ട് സംസാരിക്കണം എന്നവൾ ഒട്ടും മടി കൂടാതെ ആവശ്യപ്പെട്ടു. നഗരത്തിലെ തിരക്കുകളൊഴിഞ്ഞ ഒരു ശാന്തമായ കഫേയിൽ വെച്ചാണ് അവർ കണ്ടുമുട്ടിയത്. പരസ്പരം വിഭാവനം ചെയ്ത ചില ഔപചാരിക വിശേഷങ്ങൾക്കു ശേഷം മാനസ ഒട്ടും സമയം കളയാതെ നേരിട്ട് വിഷയത്തിലേക്ക് കടന്നു. "വിജയൻ, നിങ്ങളുടെ മുൻ വിവാഹങ്ങളിൽ എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് കൃത്യമായി അറിയണം. ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ച് ചൂതാട്ടം നടത്താൻ എനിക്ക് താൽപ്പര്യമില്ല. അത് തുറന്നു പറയാതെ ഈ ബന്ധവുമായി മുന്നോട്ടു പോകാൻ എനിക്ക് സാധിക്കില്ല. 2 പെൺകുട്ടികൾ ആദ്യ രാത്രിയിൽ തന്നെ ഈ പടിയിറങ്ങി ഓടണമെങ്കിൽ അവിടെ എന്തോ വലിയ പ്രശ്നമുണ്ട്. അതെനിക്കറിയണം." മാനസയുടെ ചോദ്യം കേട്ട് വിജയൻ പെട്ടെന്ന് അസ്വസ്ഥനായി. അവൻ മുഖം തിരിച്ചു. അവന്റെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങിയിരുന്നു. "അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ് മാനസ. എനിക്കിനി അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഒട്ടും താൽപ്പര്യമില്ല" എന്നവൻ അവിടെ നിന്നും എഴുന്നേറ്റ് ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചു. എന്നാൽ മാനസ തന്റെ നിലപാടിൽ ഉറച്ചുനിന്നു. "എങ്കിൽ എനിക്കും ഈ വിവാഹത്തിന് താൽപ്പര്യമില്ല. കാരണം എന്താണെന്നറിയാതെ ഒരു ജീവിതം തുടങ്ങാൻ ഞാൻ ഒട്ടും തയ്യാറല്ല. ഭയം കൊണ്ടല്ല ഞാനിത് ചോദിക്കുന്നത്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഒരു ഭാര്യ എന്ന നിലയിൽ എനിക്ക് കഴിയണം. ഞാൻ നിങ്ങളെ വിശ്വസിക്കാൻ തയ്യാറാണ്. പക്ഷേ സത്യം എന്നോട് പറയണം." മാനസയുടെ ഈ അടിയുറച്ച ധൈര്യവും വ്യക്തതയും വിജയനെ അത്ഭുതപ്പെടുത്തി. അവളുടെ കണ്ണുകളിലെ ആത്മാർത്ഥതയ്ക്കു മുന്നിൽ അവന്റെ മൗനം ഒടുവിൽ തകർന്നു. അവൻ തന്റെ കോളേജ് ജീവിതത്തെക്കുറിച്ചും നിലയെക്കുറിച്ചും അവളോട് തുറന്നു പറഞ്ഞു. നിലയോടുള്ള തന്നെ ആഴത്തിലുള്ള ആത്മബന്ധം, അവളുടെ മരണം തന്റെ മനസ്സിലുണ്ടാക്കിയ കടുത്ത ആഘാതം എല്ലാം അവൻ വിവരിച്ചു.
എന്നാൽ ആദ്യ രാത്രികളിൽ മുറിക്കുള്ളിൽ കൃത്യമായി എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ചില മാനസിക പൊരുത്തക്കേടുകളുണ്ടായി, അത്രമാത്രം എന്നു പറഞ്ഞ് അവൻ വീണ്ടും ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചു. നിലയോടുള്ള വിജയന്റെ സ്നേഹം മനസ്സിലാക്കിയെങ്കിലും മാനസയ്ക്ക് അവന്റെ വാക്കുകളിൽ എന്തോ ഒരു വലിയ രഹസ്യം ബാക്കിയുണ്ട് എന്ന് തോന്നി. എങ്കിലും അവൾ ഒരു വെല്ലുവിളിയായി ഈ ബന്ധം സ്വീകരിക്കാൻ തീരുമാനിച്ചു. ജാനകി അമ്മയോട് അവൾ ഈ വിവാഹത്തിന് സമ്മതമാണെന്നറിയിച്ചു. അങ്ങനെ കുന്നംകുളം ഗ്രാമത്തെ സാക്ഷിയാക്കി മൂന്നാമത്തെ വിവാഹവും ലളിതമായി നടന്നു. നാട്ടുകാർക്ക് ഇത്തവണ വലിയ പരിഹാസമായിരുന്നു. ഇതും 2 ദിവസത്തിനുള്ളിൽ പൊളിയും, നോക്കിക്കോ എന്നവർ ചായക്കടകളിലിരുന്ന് അടക്കം പറഞ്ഞു. വിവാഹത്തിന്റെ അന്നു രാത്രി കിടപ്പറയിലേക്ക് പോകുന്നതിന് തൊട്ടുമുൻപ് മാനസ ജാനകിയമ്മയെ രഹസ്യമായി അരികിലേക്ക് വിളിച്ചു. അവൾ പറഞ്ഞു, അമ്മേ, ഞാൻ ഇവിടെ നിന്നും ഒളിച്ചോടി പോകില്ല. എന്ത് പ്രശ്നമുണ്ടായാലും ഞാനത് നേരിടും. പക്ഷേ എനിക്ക് സത്യമറിയണം. എന്റെ ഭർത്താവിന് രാത്രിയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് നേരിട്ട് കാണണം. അമ്മ എന്നെ ഒരു കാര്യം സഹായിക്കണം. ജാനകിയമ്മയ്ക്ക് എന്തു പറയണമെന്നറിയില്ലായിരുന്നു. ഭയവും ആകാംക്ഷയും അവരുടെ മനസ്സിൽ നിറഞ്ഞു. മാനസ തുടർന്നു, ഈ രാത്രി വിജയൻ മുറിക്കുള്ളിലേക്ക് വരുന്നതിനു മുൻപ് നമുക്ക് അവിടുത്തെ വലിയ അലമാരയുടെ പിന്നിൽ ഒളിച്ചിരിക്കാം. അദ്ദേഹം രാത്രിയിൽ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് നേരിട്ട് കണ്ടെത്തണം. അമ്മ എന്റെ കൂടെ വരണം. സ്വന്തം മകനെക്കുറിച്ചുള്ള ആ ഭ്രാന്തമായ സത്യമറിയാനും നാട്ടുകാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനുമുള്ള വാശി കാരണം ജാനകിയമ്മ അതിന് സമ്മതിച്ചു. അവർ രണ്ടുപേരും ഭയമുള്ളിലൊതുക്കി വിജയന്റെ മുറിയിലേക്ക് നടന്നു. വിജയൻ മുറിയിലേക്ക് വരുന്നതിനു മുൻപു തന്നെ മാനസയും ജാനകിയമ്മയും കട്ടിലിനോട് ചേർന്ന വലിയ തേക്കിൻ തടിയുടെ അലമാരയുടെ പിന്നിൽ ഇരുളിന്റെ മറവിൽ ഒളിച്ചിരുന്നു. ഹൃദയമിടിപ്പ് നിയന്ത്രിക്കാൻ പാടുപെട്ട ജാനകിയമ്മയെ മാനസ ചേർത്തുപിടിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ പുറത്ത് കാറിന്റെ ശബ്ദം കേട്ടു. വിജയൻ മുറിക്കുള്ളിൽ കയറി വന്നു. അവന്റെ മുഖത്ത് പതിവുള്ള ചിരിയോ സന്തോഷമോ ഇല്ലായിരുന്നു. അവൻ തന്റെ ഷൂസും ജാക്കറ്റും ഊരിവെച്ചു. ഒരുതരം കടുത്ത നിസ്സംഗതയായിരുന്നു അവന്റെ മുഖത്ത് നിറഞ്ഞു നിന്നിരുന്നത്. എന്നാൽ പെട്ടെന്ന് അവന്റെ ഭാവം മാറി. അവൻ ഭിത്തിയിലെ പൊടി പിടിച്ച നിലയുടെ ചിത്രത്തിലേക്ക് നോക്കി. അവന്റെ കണ്ണുകളിൽ ഒരുതരം ഭ്രാന്തമായ ചിരി വിരിഞ്ഞു. നീ എവിടെയായിരുന്നു നില? ഞാൻ എത്ര നേരമായി നിന്നെ കാത്തിരിക്കുന്നു. അവൻ വായുവിൽ നോക്കി സ്വയം സംസാരിക്കാൻ തുടങ്ങി. അലമാരയ്ക്ക് പിന്നിലിരുന്ന ജാനകിയമ്മയും മാനസയും ഭയന്നു വിറച്ചു. ഇത് തങ്ങൾ പ്രതീക്ഷിച്ചതിലും അപ്പുറമായിരുന്നു. വിജയൻ നേരെ മുറിയിലെ ഭംഗിയുള്ള ഒരു ഷെൽഫിന്റെ അടുത്തേക്ക് നടന്നു. ആർക്കും കാണാൻ കഴിയാത്ത രീതിയിൽ രഹസ്യമായി അടച്ചിട്ടിരുന്ന ആ ഷെൽഫ് അവനൊരു താക്കോൽ ഉപയോഗിച്ച് തുറന്നു. അതിനുള്ളിൽ നിറയെ സ്ത്രീകളുടെ പട്ടുവസ്ത്രങ്ങളും വിവിധതരം ലിപ്സ്റ്റിക്കുകളും പൗഡറുകളും അടങ്ങിയ മേക്കപ്പ് സാധനങ്ങളും നീളമുള്ള വിഗ്ഗുകളും ആഭരണങ്ങളും വളരെ കൃത്യമായി അടുക്കിവെച്ചിരുന്നു. വിജയൻ അതിൽ നിന്നും ഒരു പഴയ ചുവന്ന സാരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. എന്നിട്ട് നിലയുടെ ചിത്രത്തിലേക്ക് നോക്കി വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. നമ്മുടെ സന്തോഷം നശിപ്പിക്കാൻ ചില ആളുകൾ ശ്രമിച്ചു. അവരാണ് ആ കവിതയും ദിവ്യയുമെല്ലാം. പക്ഷേ അവർക്ക് നിന്നെ എന്നിൽ നിന്നും മാറ്റാൻ കഴിയില്ല. നീ എന്റെ ഭാര്യയാണ്. നീ എപ്പോഴും എന്റെ കൂടെയുണ്ട്. അവന്റെ ശബ്ദം കടുത്ത ഭീഷണി കലർന്നതായിരുന്നു. ആ സാരി സ്വന്തം ശരീരത്തോട് ചേർത്തുവെച്ച് അവൻ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് സ്വയം ഒരു സ്ത്രീയായി ഭാവിക്കാൻ തുടങ്ങി. അവൻ ചുണ്ടുകളിൽ ലിപ്സ്റ്റിക് പുരട്ടുകയും തലയിൽ വിഗ്ഗ് വെച്ച് നിലയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ നൃത്തം ചവിട്ടുകയും ചെയ്തു. അവൻ പൂർണ്ണമായും നില എന്ന വ്യക്തിയായി സ്വയം മാറിയിരിക്കുകയായിരുന്നു. അലമാരയ്ക്ക് പിന്നിലിരുന്ന ജാനകിയമ്മയും മാനസയും ഈ കാഴ്ച കണ്ട് വായ് പൊത്തിപ്പിടിച്ചു കരഞ്ഞു. സ്വന്തം മകൻ രാത്രികാലങ്ങളിൽ ഒരു സ്ത്രീയായി മാറുന്നു എന്ന സത്യം ആ അമ്മയ്ക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. വിജയന്റെ മനസ്സിൽ നിലയുടെ ഓർമ്മകൾ ഒരുതരം മാനസിക ഭ്രമമായി, ഹലൂസിനേഷനായി മാറിയിരിക്കുകയായിരുന്നു. ആദ്യ രാത്രികളിൽ കവിതയും ദിവ്യയും കണ്ടത് വിജയന്റെ ഈ ഭീകരമായ രൂപമായിരുന്നു എന്ന് മാനസയ്ക്കിപ്പോൾ പൂർണ്ണമായി ബോധ്യമായി. വിജയൻ വീണ്ടും പറഞ്ഞു, നമ്മുടെ സന്തോഷം ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അവർ നിന്നെ നശിപ്പിക്കാൻ വന്നവരാണ്. അവരെയെല്ലാം ഞാൻ ഓടിച്ചു. ഇത് കേട്ട് ജാനകിയമ്മയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. വേദന താങ്ങാനാവാതെ ജാനകിയമ്മ അറിയാതെ അലമാരയുടെ വശത്തേക്ക് ചാരി ഒരു നേർത്ത ശബ്ദത്തിൽ വിതുമ്പിപ്പോയി. ആ ശബ്ദം മുറിക്കുള്ളിൽ പ്രതിധ്വനിച്ചു. വിജയൻ പെട്ടെന്ന് നൃത്തം നിർത്തി തിരിഞ്ഞുനോക്കി. അവന്റെ കണ്ണുകൾ ചുവന്നുണ്ടായിരുന്നു. വസ്ത്രങ്ങളും വിഗ്ഗും അലങ്കോലമായ ആ രൂപത്തിൽ അവൻ അലമാരയ്ക്ക് നേരെ വന്നു. ആരാണവിടെ? എന്റെ നിലയെ കാണാൻ വന്ന ചാരന്മാരാണോ നിങ്ങൾ? അവൻ ക്രോധത്തോടെ അലറി. അവൻ അലമാരയുടെ വശത്തേക്ക് നോക്കിയപ്പോൾ അവിടെ പേടിച്ചു വിറച്ചു നിൽക്കുന്ന ജാനകിയമ്മയെയും മാനസയെയും കണ്ടു. അമ്മേ, നിങ്ങൾ എന്റെ സന്തോഷം നശിപ്പിക്കരുത്. അവൾ എന്റെ ഭാര്യയാണ്. അവൾ എന്റെ കൂടെയുണ്ട്. നിങ്ങൾ ആരാണെന്നെ തടയാൻ? വിജയൻ ദേഷ്യത്തോടെ അലറി. അവന്റെ കയ്യിൽ മേക്കപ്പ് ബോക്സിലിരുന്ന ഒരു ചെറിയ കത്രികയുണ്ടായിരുന്നു. അവനത് മാനസയ്ക്ക് നേരെ ചൂണ്ടി. പേടിച്ചരണ്ട മാനസ ഇനിയും അവിടെ നിന്നാൽ ജാനകിയമ്മയുടെയോ സ്വന്തം ജീവനോ അപകടമാണെന്ന് മനസ്സിലാക്കി.
അവൾ ഒട്ടും പരിഭ്രമിക്കാതെ ധൈര്യം സംഭരിച്ച് ജാനകിയമ്മയുടെ കൈകളിൽ മുറുകെ പിടിച്ചു. വിജയൻ അവർക്ക് നേരെ അടുത്തേക്കു വന്നതും മാനസ അവനെ ശക്തിയായി തള്ളിമാറ്റി. അവൻ തറയിലേക്ക് വീണ ആ നിമിഷത്തിൽ മാനസ ജാനകിയമ്മയെയും വലിച്ച് മുറിയുടെ കതക് തുറന്ന് പുറത്തേക്കോടി. മുറിക്ക് പുറത്തെത്തിയ അവർ രണ്ടുപേരും വലിയ ശ്വാസത്തോടെ പൂമുഖത്തെ നിലത്തേക്ക് തളർന്നിരുന്നു. അകത്തുനിന്നും വിജയൻ വാതിലിൽ തട്ടുന്നതും നിലവിളിക്കുന്നതും അവർക്ക് കേൾക്കാമായിരുന്നു. ജാനകിയമ്മ നെഞ്ചു തടിച്ചു കരഞ്ഞു. "എന്റെ മകന് ഭ്രാന്താണല്ലേ മോളെ? നാട്ടുകാർ പറഞ്ഞത് സത്യമായിരുന്നല്ലേ?" അവർ മാനസയെ കെട്ടിപ്പിടിച്ചു വിതുമ്പി. എന്നാൽ മാനസ തളർന്നില്ല. ഒട്ടും സമയം കളയാതെ തന്റെ ഫോണെടുത്ത് വിജയന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഹരിയെ വിളിച്ചു. നഗരത്തിൽ വിജയനോടൊപ്പം കോളേജിൽ പഠിച്ച കാലം മുതൽക്കേ അവന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരേയൊരു വ്യക്തി ഹരിയായിരുന്നു. വിവരങ്ങൾ അറിഞ്ഞ ഹരി ഒട്ടും വൈകാതെ തന്നെ നഗരത്തിലെ പ്രശസ്തനായ മനോരോഗ വിദഗ്ധൻ ഡോക്ടർ മാധവനെ ഒപ്പം കൂട്ടി കുന്നംകുളത്തെ തറവാട്ടിലേക്ക് തിരിച്ചു. പുലർച്ചെ 2 മണിയോടെ അവരുടെ വാഹനം മുറ്റത്തു വന്നു നിന്നു. ഡോക്ടറെ കണ്ടതും ജാനകിയമ്മ ഓടിച്ചെന്ന് അദ്ദേഹത്തിന്റെ കൈകളിൽ പിടിച്ചു വിതുമ്പി. "എന്റെ മകനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം ഡോക്ടർ. അവൻ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. നാട്ടുകാരുടെ മുന്നിൽ എനിക്കെന്റെ മകനെ ജീവനോടെ വേണം." ഡോക്ടർ ജാനകിയമ്മയെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഹരിയോടൊപ്പം വിജയന്റെ മുറിയിലേക്ക് നടന്നു. മാനസയും അവർക്കൊപ്പം മുറിയിലേക്ക് കയറി. മുറിക്കുള്ളിൽ വസ്ത്രങ്ങളെല്ലാം അലങ്കോലമാക്കി വിഗ്ഗും ധരിച്ച് കണ്ണാടിക്കു മുന്നിൽ നിലത്തിരിക്കുകയായിരുന്നു വിജയൻ. ഡോക്ടറെയും ഹരിയെയും കണ്ടതും അവൻ വീണ്ടും അക്രമാസക്തനാകാൻ ശ്രമിച്ചെങ്കിലും ഹരിയുടെയും ഡ്രൈവറുടെയും സഹായത്തോടെ ഡോക്ടർ അവന് വീര്യമേറിയ ഒരു ശാന്തീകരണ മരുന്ന് കുത്തിവെച്ചു. മിനിറ്റുകൾക്കകം അവന്റെ ശരീരം തളരുകയും അവൻ കട്ടിലിലേക്ക് മയങ്ങി വീഴുകയും ചെയ്തു. അവൻ ഉറങ്ങിയതിനു ശേഷം ഡോക്ടർ ആ മുറിയിലുണ്ടായിരുന്ന വസ്ത്രങ്ങളും മേക്കപ്പ് സാധനങ്ങളും ആഭരണങ്ങളും സൂക്ഷ്മമായി പരിശോധിച്ചു. തുടർന്ന് ഉമ്മറത്തിരുന്ന ജാനകിയമ്മയുടെയും മാനസയുടെയും അരികിലേക്ക് വന്ന് ഡോക്ടർ മാധവൻ കാര്യങ്ങൾ വിശദീകരിച്ചു. "ജാനകിയമ്മേ, വിജയന് ശാരീരികമായ യാതൊരുവിധ തകരാറുകളുമില്ല. ഇതൊരു കടുത്ത മാനസിക രോഗമാണ്. മനഃശാസ്ത്രത്തിൽ ഇതിനെ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്നും അതോടൊപ്പം പ്രിയപ്പെട്ടവരുടെ വേർപാട് ഉൾക്കൊള്ളാൻ കഴിയാതെ വരുന്ന പാഥലോജിക്കൽ ഗ്രീഫ് എന്നും വിളിക്കാം. നിലയുടെ മരണം അവന്റെ മനസ്സിനെ അത്രമേൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. താൻ കാരണമാണ് അവൾ മരിച്ചതെന്ന ഒരു കുറ്റബോധവും അവനുണ്ട്. രാത്രിയാകുമ്പോൾ അവൻ തന്റെ ഉള്ളിലെ നിലയ്ക്ക് ജീവൻ നൽകാൻ സ്വയം അവളായി മാറുകയാണ് ചെയ്യുന്നത്. ആദ്യ രാത്രികളിൽ കവിതയ്ക്കും ദിവ്യയ്ക്കും മുന്നിൽ അവൻ ഈ രൂപം മനഃപൂർവ്വം കാണിച്ചതാണ്. ഒരു പെൺകുട്ടിയെ തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ അത് നിലയോട് ചെയ്യുന്ന ചതിയാണെന്ന് അവൻ വിശ്വസിച്ചു. അതിൽ നിന്നും രക്ഷപ്പെടാൻ അവൻ കണ്ടെത്തിയ വഴിയായിരുന്നു ഇത്. ഇതിന് കൃത്യമായ തെറാപ്പിയും മരുന്നുകളും ആവശ്യമാണ്. ഡോക്ടർ ഒരു പ്രധാന നിർദ്ദേശം കൂടി വെച്ചു. നാളെ രാവിലെ വിജയൻ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഈ മുറിയിൽ നിലയുടെ ഓർമ്മകൾ ഉണർത്തുന്ന ഒരൊറ്റ സാധനവും ഉണ്ടാകാൻ പാടില്ല. അത് അവനെ വീണ്ടും ആ പഴയ ഭ്രാന്തമായ അവസ്ഥയിലേക്ക് എത്തിക്കും. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാനസയും ജാനകിയമ്മയും ഹരിയും ചേർന്ന് ആ രാത്രിയിൽ തന്നെ ഷെൽഫിലിരുന്ന സ്ത്രീകളുടെ വസ്ത്രങ്ങളും വിഗ്ഗുകളും മേക്കപ്പ് സാധനങ്ങളും എല്ലാം പുറത്തെടുത്തു. തറവാടിന്റെ പിൻമുറ്റത്ത് അവയെല്ലാം ഒരുമിച്ചു കൂട്ടി അവർ തീയിട്ടു. അവസാനം ഭിത്തിയിലിരുന്ന നിലയുടെ ആ പഴയ ചിത്രവും മാനസ ആ തീച്ചൂളയിലേക്കെറിഞ്ഞു. തന്റെ മകനെ വർഷങ്ങളായി വേട്ടയാടിയിരുന്ന ഭൂതകാലത്തിന്റെ കറുത്ത നിഴലുകൾ ചാരമായി മാറുന്നത് ജാനകിയമ്മ കണ്ണീരോടെ നോക്കി നിന്നു. പിറ്റേന്ന് ഉച്ചയ്ക്കാണ് വിജയൻ ഉറക്കത്തിൽ നിന്നും ഉണർന്നത്. മരുന്നിന്റെ ലഹരി വിട്ടുമാറിയപ്പോൾ അവൻ തന്റെ മുറിയുടെ ചുവരുകളിലേക്ക് നോക്കി. താൻ ജീവശ്വാസം പോലെ കൊണ്ടുനടന്ന നിലയുടെ ചിത്രം അവിടെ ഇല്ലെന്ന് കണ്ടതും അവൻ പരിഭ്രാന്തനായി കട്ടിലിൽ നിന്നും എഴുന്നേറ്റു. ഷെൽഫ് തുറന്നു നോക്കി അവൻ അത് ശൂന്യമായി കിടക്കുന്നത് കണ്ടു. "എന്റെ നില എവിടെ? എന്റെ സാധനങ്ങളെല്ലാം ആരാണെടുത്തത്?" അവൻ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് ചുവരുകളിൽ തല തല്ലാൻ തുടങ്ങി. ജാനകിയമ്മ സങ്കടത്തോടെ പുറകോട്ട് മാറിയെങ്കിലും മാനസ ഒട്ടും ഭയപ്പെടാതെ വിജയന്റെ അരികിലേക്ക് ചെന്ന് അവന്റെ 2 കൈകളിലും മുറുകെ പിടിച്ചു. "വിജയ, ശാന്തനാകൂ. ഞാൻ നിന്റെ ഭാര്യയാണ്, നിന്റെ കൂട്ടുകാരിയാണ്. നില ഈ ലോകം വിട്ടുപോയി. നീ ജീവിക്കേണ്ടത് ഈ യാഥാർത്ഥ്യ ലോകത്തിലാണ്. നിന്നെ സ്നേഹിക്കാൻ, നിനക്ക് തണലാകാൻ ഞാനുണ്ട് നിന്റെ കൂടെ." മാനസയുടെ ഉറച്ചതും എന്നാൽ സ്നേഹം നിറഞ്ഞതുമായ ആ ശബ്ദം വിജയന്റെ കാതുകളിൽ ആശ്വാസത്തിന്റെ ഒരു പുതിയ മന്ത്രമായി മാറി. അവളുടെ കണ്ണുകളിലെ ആത്മാർത്ഥത കണ്ടപ്പോൾ വിജയന്റെ ശരീരത്തിലെ ദേഷ്യം പതിയെ ഒഴിഞ്ഞുമാറി. അവന്റെ കണ്ണുകളിൽ നിന്നും നിയന്ത്രണമില്ലാതെ കണ്ണീരൊഴുക്കാൻ തുടങ്ങി. അവൻ മാനസയുടെ തോളിലേക്ക് തലവെച്ച് ഒരു കുട്ടിയെപ്പോലെ കരഞ്ഞു. ഉള്ളിൽ വർഷങ്ങളായി അടക്കിവെച്ചിരുന്ന വിഷമവും കുറ്റബോധവും മുഴുവൻ കണ്ണീരിലൂടെ പുറത്തേക്കൊഴുക്കിക്കളഞ്ഞപ്പോൾ അവന്റെ മനസ്സിലെ കനത്ത ഭാരം കുറയുന്നത് അവനറിഞ്ഞു.
തുടർന്ന് കുന്നംകുളം ഗ്രാമത്തിലെ നാട്ടുകാരുടെ പരിഹാസങ്ങളിൽ നിന്നും വിജയനെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമായതുകൊണ്ട് അവർ 3 പേരും നഗരത്തിലെ മാനസയുടെ ഫ്ളാറ്റിലേക്ക് താമസം മാറി. കുന്നംകുളത്തെ ആ പഴയ തറവാട് വീട് തൽക്കാലത്തേക്ക് അവർ പൂട്ടിയിട്ടു. നഗരത്തിലെ ഫ്ളാറ്റിൽ വെച്ച് ഡോക്ടർ മാധവന്റെ നേതൃത്വത്തിൽ വിജയന്റെ കൃത്യമായ കൗൺസിലിംഗും ക്ലിനിക്കൽ തെറാപ്പികളും ആരംഭിച്ചു. ബിസിനസ് കാര്യങ്ങളിൽ നിന്നും ഹരി അവന് തൽക്കാലം ലീവ് എടുത്തു നൽകി. മാനസ തന്റെ ജോലിക്കിടയിലും വിജയന് നൽകിയ പരിചരണം സമാനതകളില്ലാത്തതായിരുന്നു. അവൾ അവനെ തനിച്ചിരിക്കാൻ ഒട്ടും അനുവദിച്ചില്ല. രാവിലെയും വൈകുന്നേരങ്ങളിലും അവൾ കൃത്യമായി മരുന്നുകൾ കഴിപ്പിച്ചു. വൈകുന്നേരങ്ങളിൽ അവർ ഒരുമിച്ച് നഗരത്തിലെ പാർക്കുകളിലൂടെ നടന്നു, പുതിയ പുസ്തകങ്ങൾ വായിച്ചു, നല്ല സംഗീതം കേട്ടു. വിജയന്റെ മനസ്സിനെ പഴയ ഓർമ്മകളിലേക്ക് തിരികെ കൊണ്ടുപോകാതിരിക്കാൻ അവൾ എപ്പോഴും ശ്രദ്ധിച്ചു. ജാനകി അമ്മ വിജയനിഷ്ടമുള്ള ആഹാരങ്ങൾ പാകം ചെയ്തു നൽകി അവനെ പരിചരിച്ചു. തറവാട്ടിലെ കൈപ്പേറിയ അനുഭവങ്ങളിൽ നിന്നും അവൻ പതിയെ മോചിതനായി. ഒരു ഭാര്യ എന്നതിലുപരി ഒരു നല്ല സുഹൃത്തായും മനഃശാസ്ത്രജ്ഞയായും മാനസ വിജയനൊപ്പം നിന്നു. അവൾ കാണിച്ച ക്ഷമയും സ്നേഹവും വിജയന്റെ മനസ്സിനെ പൂർണ്ണമായി മാറ്റിമറിച്ചു. മാസങ്ങൾ കടന്നുപോയപ്പോൾ വിജയന്റെ സ്വഭാവത്തിൽ വിസ്മയകരമായ മാറ്റങ്ങൾ പ്രകടമാകാൻ തുടങ്ങി. രാത്രികാലങ്ങളിലെ അവന്റെ ഭയവും വിചിത്രമായ പെരുമാറ്റങ്ങളും പൂർണ്ണമായും ഇല്ലാതായി. അവന്റെ കണ്ണുകളിലെ ശൂന്യത മാറി അവിടെ പ്രകാശവും ആത്മവിശ്വാസവും തിരിച്ചുവന്നു. അവൻ വീണ്ടും പഴയതുപോലെ ചിരിക്കാനും അമ്മയോടും മാനസയോടും സ്നേഹത്തോടെ സംസാരിക്കാനും തുടങ്ങി. 1 വർഷത്തെ കൃത്യമായ ചികിത്സയ്ക്ക് ശേഷം ഡോക്ടർ മാധവൻ വിജയൻ പൂർണ്ണമായും രോഗമുക്തനായതായി പ്രഖ്യാപിച്ചു. അവൻ വീണ്ടും നഗരത്തിലെ തന്റെ സോഫ്റ്റ്വെയർ കമ്പനിയുടെ ചുമതലകളെല്ലാം വലിയ ആവേശത്തോടെ ഏറ്റെടുത്തു. ബിസിനസ്സിൽ അവൻ മുൻപത്തേക്കാൾ കൂടുതൽ തിളങ്ങാൻ തുടങ്ങി. കൃത്യം 1.5 വർഷത്തിനു ശേഷം കുന്നംകുളം ഗ്രാമത്തിലെ ആ പഴയ തറവാട് വീടിന്റെ കവാടങ്ങൾ വീണ്ടും തുറക്കപ്പെട്ടു. വിജയനും മാനസയും ജാനകി അമ്മയും ചേർന്ന് കാറിൽ വന്നിറങ്ങുമ്പോൾ ആ നാട്ടുകാർ വാ പൊളച്ചാണ് നോക്കിയത്. എന്നാൽ അവരെ കൂടുതൽ ഞെട്ടിച്ചത് മറ്റൊന്നായിരുന്നു. മാനസയുടെ കൈകളിൽ ഒരു മനോഹരമായ പെൺകുട്ടിയുണ്ടായിരുന്നു. തറവാടിന്റെ പൂമുഖത്ത് വെച്ച് വിജയൻ ആ കുഞ്ഞിനെ കൈകളിലെടുത്ത് മാനസയുടെ മുഖത്തേക്ക് നോക്കി. അവന്റെ കണ്ണുകളിൽ അവളോടുള്ള അതിരറ്റ കൃതജ്ഞതയും പ്രണയവും നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു. മാനസ, നീ എന്റെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നൊരു ഭ്രാന്തനായി എവിടെയെങ്കിലും ഒടുങ്ങിപ്പോയേനെ. നീ എനിക്ക് തന്നത് ഒരു പുതിയ ജന്മമാണ്. നീയാണ് ഈ പ്രപഞ്ചം എനിക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനം, വിജയൻ വികാരാധീനനായി പറഞ്ഞു. മാനസ അവന്റെ കൈകളിൽ തൊട്ട് മനോഹരമായി പുഞ്ചിരിച്ചു. ഉമ്മറപ്പടിയിലിരുന്ന ഈ കാഴ്ച കണ്ട ജാനകി അമ്മയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. തന്റെ മകനെ ഒരു നല്ല മനുഷ്യനായി, മാതൃകയായ ഒരു കുടുംബനാഥനായി സമൂഹത്തിനു മുന്നിൽ തിരികെ നൽകിയ മരുമകളെ ആ അമ്മ നെഞ്ചോട് ചേർത്തുപിടിച്ചു. നിലയുടെ ഓർമ്മകൾ വിജയന്റെ മനസ്സിൽ നിന്നും പൂർണ്ണമായും മാഞ്ഞുപോവുകയും അവൻ തന്റെ പുതിയ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെയും സംതൃപ്തിയോടെയും ജീവിക്കുകയും ചെയ്തു.